ഒരു അധ്യാപകനുണ്ടായിരുന്നു. ആ അധ്യാപകൻ നല്ലൊരു അധ്യാപകനാണ്. ഭയങ്കര കോമഡി രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ അധ്യാപകന് ഒരിക്കലും ഞങ്ങളോടൊരു കോമഡി ഒരു കാര്യം പറഞ്ഞു. ഈ കരം പിരിക്കുക, നമ്മുടെ ടാക്സ്, മലയാളത്തിൽ അതിന് കരം പിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ കരം പിരിക്കുക എന്നുള്ള വാക്ക് എങ്ങനെ വന്നു? കരം പിരിക്കുക, നമുക്ക് വേറെ എന്തെല്ലാം വാക്കുകൾ അതിന് ഉപയോഗിക്കാം, അല്ലെ പൈസ പിരിക്കുക എന്നൊക്കെ. കരം പിരിക്കുക എന്ന് പറഞ്ഞ സംഗതി എന്നാന്ന് പുള്ളിക്കാരൻ പറയുന്നത്, അതായത് കരം വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ വരും. അപ്പം നമ്മുടെ പൈസ ഇല്ലെന്ന് പറയുമ്പം അവർ കൈ പിടിച്ച് തിരിച്ചിട്ട് പോകും. അപ്പം കരം പിടിച്ച് തിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചിട്ട് പോകും. അപ്പോൾ അടുത്ത പ്രാവശ്യം അവർ വരുമ്പോഴത്തേന് നമ്മൾ പറയും, അയ്യോ കരം പിരിക്കക്കാർ വരുന്നുണ്ട്, കരം പിരിക്കക്കാർ വരുന്നുണ്ട് എന്ന് പറയും. അങ്ങനെയാണ് കരം പിരിക്കൽ എന്ന വാക്കുണ്ടായതെന്നാണ് പലരും പറയുന്നത്. അല്ലെ പിന്നെ എങ്ങനെ ഈ ടാക്സി പിടിക്കുന്നതിന് കരം പിരിക്കുക അല്ലെങ്കിൽ പൈസ പിരിക്കുക എന്നൊക്കെ വല്ലതും പറഞ്ഞാൽ പോരെ? അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു, കരം പിരിക്കുക എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് തിരിച്ചിട്ട് പോകുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥത്തിൽ. അത് വേറൊരു വശത്തോടെ പറഞ്ഞാൽ ശരിയാണ്, നമ്മളെ കരം പിടിച്ച് തിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്.